പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ, ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെയല്ല, നാളെ നിങ്ങളൊരു പണി ചെയ്യണം. നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങളുടെ രേഖകളെല്ലാം കയ്യിലെടുക്കണം. ഇന്നത്തെ പ്രാർത്ഥന കേൾക്കുന്നവർ ഓർത്തേക്കണം, നാളെ അച്ഛൻ രേഖകൾ വെച്ച് പ്രാർത്ഥിക്കും. സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, സ്ഥലം, അവന് ഹൗസിൻ്റെ പ്ലാനുകൾ, നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ, എന്തെല്ലാം രേഖകളാണ് നിങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യണത്, ഈ ആഴ്ച കൈകാര്യം ചെയ്യേണ്ടത്, അതെല്ലാം നാളെ പ്രാർത്ഥിക കയ്യിലുണ്ടാകണം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു.
കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. ഈശോ, പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശോയെ. ഭർത്താവിനോട് വഴക്കിട്ടിട്ടുള്ളവരുണ്ട്, സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, മക്കളെ അനുസരിക്കാത്തവരുണ്ട്, മക്കൾ ജയിലിലായവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട്. കർത്താവേ, കണ്ണീരുടെ അങ്ങയുടെ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ കന്യാസി മറിയം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവ്, സാമ്പത്തിക ബാധ്യതകളായ ജോലി ഇല്ലാത്തവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട് ഈശോയെ. അവരെ സ്പർശിക്കണേ കർത്താവേ. അവർ പ്രാർത്ഥിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സ് മടുത്ത് തളർന്നിരിക്കണം ഈശോയെ. അവരെല്ലാം നിൻ്റെ തിരുമുറുപാർന്ന് അണിപ്രതാർന്ന് വലത് കരത്താൻ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊടിയ കാറ്റടിക്കണമേ കർത്താവേ. കാറ്റ് അങ്ങയുടെ ആത്മീയ കാറ്റാൽ അവർ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ധൈര്യത്തിൻ്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, അങ്ങയുടെ മക്കളിലേക്ക് ആവശിക്കണമേ. അടിപ്പിണ പോലെ വൈതാക്കളം വരെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാല് വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഗുഡ് ഡേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ആധ്യാത്മിക യാത്രയ്ക്ക് മാതാവ് എന്നെ കൊണ്ടുപോയിരിക്കുന്നു. ഞാനിപ്പോൾ തിരിച്ച് കൃപാസനത്തിൽ എത്തിയിട്ടുണ്ട്. ശുശ്രൂഷകൾ ഞാൻ വന്നത് ബുധനാഴ്ച തന്നെ, ചൊവ്വാഴ്ച രാത്രി വന്നു. ബുധനാഴ്ച തന്നെ ശുശ്രൂഷകൾ കൃപാസനത്തിൽ ആരംഭിച്ചു. എൻ്റെ ശുശ്രൂഷകൾ കൃപാസനം നല്ല ലൈവായിട്ട് ഭംഗിയായിട്ട് തന്നെ, അച്ഛനില്ലെങ്കിലും നൂറുകണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തും പുതുക്കി ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മാതാവ് എന്നെ ലൂർദിൽ കൊണ്ടുപോയി. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് അവിടെ 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം ഉണ്ടായിരുന്നു. 7 രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഫ്രാൻസിൽ ലൂർദിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ലൂർദിനകത്ത് തന്നെ ചാപ്പൽ സിസ്റ്റർ ഷീബ തോമസ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഒരു വലിയ സുവിശേഷകരുണ്ട്. അവരുടെ ഒരു കോൺഗ്രിഗേഷനുണ്ട്. അത് സൂപ്പറാണ്. അവരാണ് ഇതെല്ലാം സംഘടിപ്പിച്ച് തന്നത്. അവരെല്ലാം ഇപ്പം നന്ദിയോടെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. എങ്കിലും ആ ദിവസങ്ങളിൽ പകുതി ദിവസം ധ്യാനവും ഉടമ്പടി ധ്യാനവും പകുതി ദിവസം തീർത്ഥാടനമായിരുന്നു. തീർത്ഥാടനത്തിൽ രാവിലെ തൊട്ട് 2 മണി വരെ ഉടമ്പടി ധ്യാനം. 2 മണിക്ക് ശേഷം അവർക്ക് ബസിലിക്കായിൽ, ലൂർദ് ബസിലിക്കായിൽ ദിവ്യകാരുണ്യ ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ലോകപ്രസിദ്ധമായ പ്രദക്ഷിണം. പിന്നെ ഒരു ദിവസം കുരിശിൻ്റെ വഴി മലമുകളിൽ, പിന്നെ ഒരു ദിവസം ജവമാല ഘോഷയാത്ര. അതൊക്കെ 2000-3000 പേരാണ് പങ്കെടുക്കണത്. എല്ലാ ലോകത്തുള്ള എല്ലാ കോണ്ടിനെൻസിലുള്ള ആൾക്കാരുടെ ഒരു വിവിധ ഭാഷകളിലുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ കുർബാന ചെല്ലാനും മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് കുർബാന ചെല്ലാനൊക്കെ അമ്മ അനുഗ്രഹിച്ചു. അവിടെ ജപമാല ചില അനുഭവിച്ചു അല്ലേ. അപ്പോൾ അത് ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലൂർദിൽ വെച്ച് മാതാവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം മാതാവിൻ്റെ പള്ളിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ കൂടെ നിന്നവരോട് ചോദിച്ചു, പുരാതനമായ മീറയുടെ സ്മെല്ല് വരുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനവിടെ നിന്ന് 10-12 പേരുണ്ടായിരുന്നു. അവരാരും പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ്. സ്വാഭാവികമായാണ് ഞാൻ അമ്മയുടെ പള്ളിയിൽ മുകളിൽ കയറി 2ാമത്തെ പള്ളി കയറി. 3 പള്ളി ഒറ്റ നിലയിലാണ്. അവിടെയും പുരാതനമായ നാർദിൻ സുഗന്ധതൈലത്തിൻ്റെ അഭിഷേകം. 3ാമത്തെ പള്ളി കയറിയപ്പോഴും ഇതേ സെയിം സ്മെല്ല്. പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും ആ സ്മെല്ലില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് അമ്മയോട് ചോദിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി സുവിശേഷം തുറന്നപ്പോൾ എനിക്ക് 12:3 കിട്ടി. 12:3. അമ്മയെക്കുറിച്ച് ഡയറക്റ്റ് പറയുന്ന അല്ലെങ്കിലും അമ്മയുടെ പേര് അവിടെ ഉണ്ട്. ആ വാക്യത്തിലുണ്ട്. യോഹന്നാൻ 12:3
മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അമ്മ മരിയം വീടുകളാണ് എപ്പോഴും പരിമളം കൊണ്ട് നിറയണത്. അത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന സുഗന്ധാഭിഷേകങ്ങളൊക്കെ ഇല്ലേ, ഉടമ്പടി എടുത്തവർ എന്തുമാത്രം ആൾക്കാരാണ് പേഴ്സണൽ കോണ്ടാക്റ്റിൽ മരിയം സുഗന്ധാഭിഷേകം അനുഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പ്രൈവറ്റ് എക്സ്പീരിയൻസാണ്. അതിനൊരു ഡോഗ്മാറ്റിക് വശമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു സത്യമായ ഒരു അനുഭവമാണിത്. പക്ഷെ അതിനെല്ലാം എവിടെ ഈ ശുശ്രൂഷ എവിടെ നടക്കുന്നു, നമുക്ക് മരിയ സുഗന്ധാഭിഷേകത്തിന് അടിസ്ഥാന ശുശ്രൂഷകളാണെന്നാണ് എനിക്ക് ലൂർദിൽ വെച്ച് അമ്മ പറഞ്ഞത്. മാതാവിൻ്റെ പേരിൽ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മരിയൻ സുഗന്ധാഭിഷേകം ഉണ്ടാകും. അത് പ്രസൻസാണ്, സാന്നിധ്യമാണ്. അപ്പം നിങ്ങളെ എപ്പോഴും കുറച്ച് പേര് ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ എരിവും തീഷ്ണതയും കാണിക്കുമ്പോൾ മരിയൻ സുഗന്ധാഭിഷേകം ഉണ്ടാകുമെന്നുള്ള ധാരണയുണ്ട്. ആ ധാരണ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് വേറൊരു വശം കൂടി ഉണ്ട്. എന്താണ്? ശുശ്രൂഷയുടെ വശമുണ്ട്. സുഗന്ധവും ശുശ്രൂഷയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദൈവ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്ക് അറിയാമല്ലോ, ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളൊരു ഉടമ്പടി ജീവിതത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാസനത്തിൽ ഒരു മോള്, അവളുടെ ഭർത്താവ്, അവൾക്ക് കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ ജനിച്ച് 6 വയസ്സായ ആ കുഞ്ഞിന് 6 വയസ്സായപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചു. അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ദൈവത്തെ വെറുത്തു, മാതാവിനുമായിട്ട് കലഹിച്ചു, ഔസേപ്പിതാവിനായിട്ട് കലഹിച്ചു, ഈശോനെ കണ്ടപ്പോൾ കലഹിച്ചു, കാണുന്ന രൂപത്തിനടുത്തെല്ലാം കലഹിച്ചു. നിങ്ങളെല്ലാം ഉണ്ടായിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, എനിക്കിനി നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങളില്ലാതെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയും ഞാൻ നിങ്ങളില്ലാതെ മരിക്കുമെന്ന് പറയും. എന്നിട്ട് ഇവള് രഹസ്യമായിട്ട് ഭർത്താവിനോട് വീട്ടുകാരോട് പറയും, എനിക്കെന്തോ ഡിപ്രഷനാണ്, എന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ സൈക്കാട്രിസ്റ്റ് എന്നോട് ചോദിക്കും എനിക്ക് ഉറക്കമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഉറക്കമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്ക ഗുളിക അനുവദിച്ചു തരും. അപ്പോൾ ഞാനത് കഴിച്ച് ആത്മഹത്യ ചെയ്യും. അപ്പോൾ ആ ഒരു സ്പിരിറ്റിലേക്ക് ഡവാണ്. അങ്ങനെ അവൾക്കൊരു ആ സെക്കൻഡിൽ അവൾക്കൊരു കൃപാസനം പത്രം കിട്ടണതും പിന്നീട് അവൾ ഇതിനെ സർവൈവ് ചെയ്ത് വരണതാണ്. അപ്പോൾ നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ബുദ്ധിയും ബോധവും ഇല്ലാത്തവരും ദൈവിക പദ്ധതിയെക്കുറിച്ച് അജ്ഞരായിട്ടുള്ളവർ പറയും ഇതൊക്കെ ഒരു ബിസിനസ്സാണെന്ന് പറയും. അങ്ങനെയല്ല, എന്നോട് പറയാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് എന്നോട് പറയാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഇത് എന്തെങ്കിലും വിമർശനങ്ങൾ പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വിമർശനങ്ങൾ എൻ്റെ സഭയിലും പുറത്തും ഒക്കെ ഞാൻ ആദ്യകാലം അനുഭവിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ സ്നേഹത്തോടെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷ വേല ഏറ്റെടുത്തുകൊണ്ട് കാലങ്ങളിലൂടെ സഞ്ചരിച്ചത്. ഇപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറ്റിയെന്ന് വെച്ചാൽ മനുഷ്യൻ ഒരു തകർച്ച വന്ന് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ മാതാവ് തന്നെ നേരിട്ട് ആ പത്രം അവന് കൊണ്ട് കൊടുത്തിട്ട് ആ മോള അങ്ങനെ തന്നെ എടുത്ത് എടുത്ത് കൃപാസനത്തിൽ കൊണ്ടുവന്ന് സത്രത്തിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ. കൃപാസനം ഒരു സമരിയക്കാരൻ, മുറിവേറ്റ സമരിയക്കാരൻ്റെ സത്രം പോലെയായി. പക്ഷെ അതൊരു മരിയ സത്രം കൂടിയാണ് ശരിക്കും. എന്താ പറഞ്ഞാൽ ഈ മരിയ സത്രത്തിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കൈ വാങ്ങിച്ചുകൊണ്ട് പോകണത് എന്താണ് ചെയ്യുന്നത്? എണ്ണയും വീഞ്ഞ് ഒഴിച്ച് അവന് മുറിവുകൾ സുഖപ്പെടുത്താൻ വേണ്ടി ഒരു സമരിയക്കാരനായിട്ടാണ് ഇവിടുന്ന് പോണത്. ഈ സമരിയക്കാരൻ്റെ ശുശ്രൂഷ സുഗന്ധമാണ് സുഗന്ധാഭിഷേകമായിട്ട് കൃപാസനം ഉടമ്പടിക്കാരനുഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നല്ല സുഗന്ധം അനുഭവിക്കാൻ, നല്ല ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വരാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആദ്യമേ തന്നെ എൻ്റെ ചങ്കായി ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ 2019, എൻ്റെ പേര് റോസി, ഞാൻ എടപ്പള്ളി മാമംഗലം കർമ്മലമാത ഇടവ അംഗമാണ്. ഞാൻ 2019 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്.
ഞാൻ കുറേ മനസ്സ് വിഷമിച്ചൊക്കെ ഞാൻ വന്നെടുത്തു. ഞാൻ 6 നിയോഗങ്ങൾ എഴുതി. അതിൽ 4 അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഞാൻ കുറേ വിഷമിച്ച് വന്ന കാര്യം അമ്മ ഇപ്പോഴും എനിക്ക് സാധിച്ചു തന്നിട്ടില്ല. അതിൻ്റെ സമയമാകുമ്പോൾ അമ്മ എനിക്ക് തരുമായിരിക്കും, തരാതിരിക്കില്ല. നമ്മളുടെ ഇതിൽ ഇഷ്ടമെന്ന് തോന്നുന്നത് അമ്മയ്ക്ക് അത് ചിലപ്പോൾ ഇഷ്ടമായിട്ട് വരില്ല. അമ്മയുടെ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ. ഞാനിപ്പോൾ അടുത്ത് എനിക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ ഓഗസ്റ്റിൽ എൻ്റെ ചേച്ചി ഭോപ്പാലിലാണ്. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയതാണ്. അവിടെയാണ് ചേച്ചിയും പിള്ളേരും ഒക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒരു 6-ാം തീയതി ആയപ്പോൾ പെട്ടെന്നൊരു ഫോൺ വന്ന് ചേച്ചിക്ക് ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞ് ചേച്ചിയുടെ മകൾ വിളിച്ച് പറഞ്ഞ്. അപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് പോയി. ഡയാലിസിസ് ചെയ്യണം, ക്രിയാറ്റിൻ 8.5 ഒക്കെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2-3 പേരും കൂടി ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഈ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ചേച്ചീനോട് അന്ന് ഡോക്ടർ ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി അഡ്മിറ്റ് ആയില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി വന്ന്. അത് കഴിഞ്ഞ് ചേച്ചി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഈ കൃപാസന പത്രവും ഈ നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഞങ്ങൾ ചെന്ന പിറ്റേ ദിവസം ചേച്ചി ഡോക്ടറിനെ കാണാൻ വേണ്ടി പോണേണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച്, ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഈ കുടമ്പടി തൈലം ചേച്ചിക്ക് കുരിശരിച്ചു കൊടുത്ത്, ഞാൻ ഉപ്പ് വായിലിട്ട് കൊടുത്ത്, എന്നിട്ടൊക്കെ ഞാൻ പറഞ്ഞു ചേച്ചി മാതാവിനെ ഞാൻ ചേച്ചിയുടെ കൂടെ വിടണേണ്, ചേച്ചിക്ക് ഡയാലിസിസ് ചെയ്യുമൊന്നും വേണ്ടി. ചേച്ചി കുറച്ച് കാലം കൂടി ഇങ്ങനെ ഞങ്ങളുടെ ചേച്ചിയായിട്ടും പിള്ളേർക്ക് അമ്മയായിട്ടും ജീവിച്ചു കണ്ടാൽ മതി. കുറേ കാലമൊന്നും ഞാൻ മാതാവിനോട് ചോദിക്കുന്നില്ല, സുഖമായിട്ടിരിക്കണം. അത് മാതാവ് എനിക്ക് സാധിച്ചു തരും ചേച്ചി. ഞാൻ ചേച്ചിനെ മാതാവിനെ കൂടെ വിടുന്നുണ്ടെന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ചെന്നപ്പോൾ ചേച്ചിനോട് ഡയാലിസിസ് ചെയ്യണ്ട, നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിക്ക് അങ്ങനെ ക്രിയാറ്റിൻ കുറഞ്ഞ് 4.5 ഒക്കെ ആയി. എന്തിന് പറയണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യം സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിട്ടും എനിക്ക് നടന്നില്ല, തിരക്കൊക്കെ കാരണം ഞാൻ പോയി. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചേച്ചി പെട്ടെന്ന് വരണേണ്, എനിക്ക് മാതാവിനെ കാണണം, എനിക്ക് മാതാവിനോട് നന്ദി പറയണമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി വന്ന്. ചേച്ചി ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, ബാക്കിലിരിക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചിക്ക് അങ്ങോട്ട് ഹെൽത്ത് കൊണ്ട് അത്ര ഇതായിട്ടില്ല, എങ്കിലും ചേച്ചി ഇപ്പോൾ സുഖമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചി മാതാവിനെ കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്, എൻ്റെ കൂടെയുണ്ട്. അതൊരു വലിയ സാക്ഷ്യം. പിന്നെ രണ്ടാമതായിട്ട് ഇതേപോലെ 2020 ആയപ്പോൾ എൻ്റെ ഒരു ബ്രദറിന് ഇതേപോലെ പനി വന്ന് ഒരാഴ്ച ഭയങ്കര ഇതായിട്ട് കിടന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊറോണ ഇരിക്കുമെന്ന് വിചാരിച്ച്. പിന്നെ അവന് രാത്രിയൊക്കെ ആകുമ്പോൾ വിറവലൊക്കെ വരും. അങ്ങനെ കൊണ്ടുപോയി ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ നിന്ന് മടങ്ങി വേറൊരു മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ ആംബുലൻസിൽ ഞാനും കൂടെ ഇരുന്ന് ഞാൻ അമ്മയുടെ കാശുരൂപം പിടിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് മെഡിക്കൽ ട്രസ്റ്റ് വരെയും ചെന്നത്. അപ്പോൾ ഒക്കെ ഞാൻ പറയുന്നുണ്ട് എല്ലാവരോടും, ഇവനെ ഇങ്ങനെയൊക്കെ എത്ര ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞാലും ഇവിടുന്ന് അമ്മ അവനെ നടത്തി ഇറക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നിന്ന് അന്നവിടെ ICUവിലാക്കി. അങ്ങനെ ICU തന്നെ ആയിരുന്നു. 25% എല്ലാ ഓർഗൻസിനും വർക്ക് ചെയ്യണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ഭർത്താവ് വളരെ ചെറുതിലേ എനിക്ക് മരിച്ചു പോയതാണ്, എൻ്റെ മക്കൾ അപ്പനില്ലാത്ത വിഷമം ഇപ്പോഴും അവർ പറയുന്നുണ്ട്, അവർ കല്യാണം കഴിച്ചെങ്കിലും. അതേപോലെ മറ്റൊരു മക്കൾ അങ്ങനെ വിഷമിക്കാൻ ഇടവരരുതാണ് മാതാവേ. അവർക്ക് അവൻ്റെ മക്കളൊന്നും ആയിട്ടില്ല, അപ്പോൾ അവരൊക്കെ ഒരു ഇതിലേക്കായിട്ട് അതാകണം മാതാവി, അത് അവൻ ജീവിച്ചിരുന്നാലേ പറ്റുള്ളൂ, അതുകൊണ്ട് മാതാവി ഇടപെടണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 1 ദിവസം ഫാസ്റ്റിംഗ് എടുക്കണ ആൾ, ഞാൻ അവന് വേണ്ടി 1 ദിവസം കൂടി കൂടുതൽ എടുക്കാമേ, അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അമ്മ നടത്തി അവനെ ഇറക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പോൾ ഞാൻ ഭാര്യനോട് പറഞ്ഞു, ഞാൻ ഈ കാശുരൂപം തരാം, നീ ICU കയറുമ്പോൾ തലക്കൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, അമ്മ സൗഖ്യം തരും, ആൾ നടന്നതിന് വരുമെന്ന് പറഞ്ഞു. അതും അമ്മ നടത്തി തന്നു. 15 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ നടന്ന്. ഇപ്പോൾ ആൾ നല്ല സ്മാർട്ടായിട്ട് പഴയ ജോലിക്ക് തന്നെ പോകുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. പിന്നെ എനിക്കുള്ളത്, ഞാൻ 28 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ മൂക്കുപൊടി വലിക്കണത്. എനിക്കതില്ലാതെ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭർത്താവ് നേരത്തെ മരിച്ചെന്ന്. പിന്നെ 2 കുഞ്ഞു മക്കൾ, കുറച്ച് നാത്തൂമാർ, അമ്മയ്ക്കാണെങ്കിലും അത്ര സുഖമില്ലാത്തൊരു അമ്മായിയമ്മ, തലയ്ക്ക് ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് തലയ്ക്ക് എനിക്കെന്തോ പോലെയാണ്. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ പോയി തലയിൽ കുറേ വെള്ളമൊക്കെ കോരി ഒഴിക്കും. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും ദൈവമേന്നു. അപ്പം അങ്ങനെ എങ്ങനെയോ ഞാനിത് പഠിച്ച്. പക്ഷേ മൂക്കുപൊടിയില്ലാതെ എനിക്ക് പറ്റില്ല, എനിക്കെന്തോ പോലെയാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് 2019 ഉടമ്പടി എടുത്തെങ്കിലും എല്ലാവരും ഇത് നിർത്തണമെന്നൊക്കെ ഓരോന്ന് നിർത്തുന്നു പറഞ്ഞ് ഈ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. എനിക്കെന്തുകൊണ്ടാണ് അമ്മ ഇത് പറ്റാത്തതെന്ന് പറഞ്ഞ്. പക്ഷെ പയ്യെ അമ്മ അത് നില്ലുന്നത് മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പോലും അറിയാതെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു, അത് ഓർക്കേയില്ല. അപ്പം ഞാൻ ഓർത്തേടാ ഇത് ഞാൻ മറന്നു പോകുന്നുണ്ടല്ലോ, അപ്പം പിന്നെ ഇതങ്ങോട്ട് ഉപേക്ഷിച്ചാൽ മതി. അങ്ങനെ ഞാനത് ഉപേക്ഷിക്കാൻ എനിക്ക് അമ്മ ഒരു വലിയ കൃപ തന്ന് എന്നെ അനുഗ്രഹിച്ച്.
പിന്നെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അതിന് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കും, അതിന് യാതൊരു സംശയമില്ല കേട്ടോ. എല്ലാവർക്കും മാതാവ് കൈനിറച്ച അനുഗ്രഹങ്ങൾ തരും. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞാൻ ഓടി ഇവിടെ വരും, അമ്മയുടെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കും, അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോകും. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് മനസ്സിന്. അങ്ങനെ എന്നെയും എൻ്റെ മക്കളെയും എല്ലാവരെയും, ഞാൻ കാരണം ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയും. ആദ്യമായി എനിക്കിവിടെ നിന്ന് ഒരു സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹത്തിന് ഞാൻ ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ശീതൾ, കണ്ണങ്കരയിൽ നിന്ന് വരുന്നു. ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. എൻ്റെ മമ്മിക്ക് ഉടമ്പടി വഴി കിട്ടിയ ഒരു വലിയ രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാനിവിടെ. 2021 മാർച്ച് അവസാനം എൻ്റെ മമ്മിയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് 2 മുഴ കാണുകയും അത് ഡോക്ടറിനെ കാണിക്കുകയും ഇടയായി. ഡോക്ടർ വിവിധ ടെസ്റ്റുകളെല്ലാം ചെയ്തു, FNAC, മാമോഗ്രാം എല്ലാം ചെയ്തു. അതിൽ മമ്മിക്ക് ക്യാൻസർ ആണെന്ന് തെളിഞ്ഞു. പിന്നെ തുടർന്ന് ഒരു ഓൺകോളജി ഡോക്ടറിനെ കാണാൻ നിർദ്ദേശിക്കുകയും ഡോക്ടറിനെ കാണുകയും ആ ഡോക്ടർ പെറ്റ് സ്കാന് നിർദ്ദേശിക്കുകയും ചെയ്തു. ആ പെറ്റ് സ്കാൻ്റെ റിസൾട്ട് വന്നപ്പോൾ മമ്മിക്ക് റൈറ്റ് ബ്രസ്റ്റിൽ ക്യാൻസർ ആണെന്നും അത് ചെസ്റ്റിലേക്ക് പകർന്നെന്നും ലിംഫ് നോഡ്സിലേക്ക് അങ്ങോട്ട് സ്പ്രെഡായെന്നും ഡോക്ടർ പറഞ്ഞു. മമ്മിക്ക് ആ സമയത്ത് 2nd സ്റ്റേജ് കഴിഞ്ഞതായും കണ്ടെത്താൻ സാധിച്ചു. തുടർന്ന് ഡോക്ടർ വലിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ നിര തന്നെ മമ്മിയോട് പറഞ്ഞു. 4 കീമോ വീതമുള്ള 4 സൈക്കിളുകൾ, അതായത് 16 സൈക്കിളും പിന്നെ തുടർന്ന് സർജറിയും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ആദ്യത്തെ 4 കീമോ കഴിഞ്ഞ ശേഷം സർജറി വേണമെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. ഈ വിവരങ്ങളെല്ലാം എൻ്റെ ഡാഡി എന്നെ ഫോണിൽ ഓസ്ട്രേലിയയിലേക്ക് വിളിച്ച് പറഞ്ഞു. സങ്കടം കണ്ട ഒരു നിമിഷം ഒത്തിരി പൊട്ടിക്കരഞ്ഞെങ്കിലും ആ കരച്ചിൽ അവസാനിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു, കൃപാസനത്തിൽ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും മാത്രമായിരുന്നു. കാരണം ഉടമ്പടിയിലൂടെ എൻ്റെ മമ്മിയുടെ ക്യാൻസർ പൂർണ്ണമായും സൗഖ്യപ്പെടുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. തുടർന്ന് റിപ്പോർട്ടുകൾ കാണുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ വീട്ടിലൊരു ഇതായി. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു, ആരും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഈ റിസൾട്ടുകൾ കാര്യമാക്കുകയും വേണ്ട. കാരണം ഒരു ദൈവത്തിൻ്റെ റിസൾട്ട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. ഡോക്ടറിനെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിൻ്റെ ആ ഡോക്ടറിൻ്റെ ഡയഗ്നോസിസ് ഇനീഷ്യൽ ഡയഗ്നോസിസായി മാത്രം കണ്ടാൽ മതി. എൻ്റെ ഈശോയ്ക്കാണ് അതിലെല്ലാം പരമാധികാരമുള്ളത്. ഫൈനൽ ഡയഗ്നോസിസ് തരുന്നത് എൻ്റെ ഈശോയാണെന്ന് ഞാൻ എൻ്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തുകയും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏപ്രിൽ അവസാനം എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നും ഇവിടെ വരാനുള്ള എല്ലാം ശരിയായി. അതും ഒരു വലിയ മിറക്കിളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കോവിഡിൻ്റെ സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്ന സമയത്തായിരുന്നു. 2021 ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കോവിഡിൻ്റെ റൂൾസൊക്കെ. എല്ലാ എയർപോർട്ടുകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനോ വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ മനസ്സിലൊന്ന് വിചാരിച്ചത് മാത്രമേ ഉള്ളൂ, ഉടമ്പടി എടുക്കണമെന്ന്. ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ ഈശോ എനിക്ക് സാധ്യമാക്കി തരികയായിരുന്നു, എല്ലാം ചെയ്തു തരികയായിരുന്നു എൻ്റെ ഈശോ. അങ്ങനെ അത്ഭുതകരമായി ഞാൻ ഏപ്രിൽ അവസാനം ഇവിടെ എത്തുകയും ഏപ്രിൽ 22-ാം തീയതി ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് മമ്മിയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്ത് 6 നിയോഗങ്ങളിൽ ആദ്യത്തേത് എൻ്റെ മമ്മിയുടെ അസുഖം തന്നെയായിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും വളരെ സ്ട്രിക്റ്റായിട്ട് ഞാൻ പാലിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. കോവിഡിൻ്റെ സമയം ആയതിനാൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും കുമ്പസാരിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയമായിരുന്നു. എങ്കിലും ജസ്റ്റ് മനസ്സിലോർത്ത് ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവം അതിനെല്ലാം എനിക്ക് വഴിയൊരുക്കി തന്നു. ഒരു പ്രയാസവും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും കുമ്പസാരമാണെങ്കിലും എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകളും എല്ലാം കൂടാനും ഒരു കുഴപ്പവും കൂടാതെ എനിക്കെല്ലാം ചെയ്യാൻ സാധിച്ചു. അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചൊല്ലുമായിരുന്നു. ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു.
ഉടമ്പടി തൈലം മമ്മിയുടെ നാവിൽ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞും രാത്രിയിലത്തെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷവും ഉടമ്പടി തൈലം മമ്മിക്ക് നാവിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പും അങ്ങനെയുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മമ്മി കുളിക്കുമായിരുന്നു. ഉപ്പ് വെള്ളത്തിൽ കലർത്തി കുടിക്കുമായിരുന്നു. അങ്ങനെ ഓരോ നേർച്ച വസ്തുക്കളും അതാത് വിശ്വാസത്തോടുകൂടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ സ്കാൻ ജൂലൈയിൽ ആദ്യം നടന്ന രണ്ടാമത്തെ സ്കാനിൽ അതിന് മുമ്പുള്ള ഓരോ ചെക്കപ്പുകളിലും ചെല്ലുമ്പോഴും ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുമായിരുന്നു ഇവിടെ മുഴയൊന്നും ഇല്ലല്ലോ, എല്ലാം പോയല്ലോ എന്ന് പറയുമായിരുന്നു ഉടമ്പടിക്ക് ശേഷമുള്ള എല്ലാ ചെക്കപ്പുകളിലും. ജൂലൈ ആദ്യം ഡോക്ടർ വന്നിട്ട് പെറ്റ് സ്കാൻ ചെയ്യാനും പറഞ്ഞു. ആ പെറ്റ് സ്കാനിൽ ആ സമയങ്ങളിൽ റിസൾട്ട് വരുന്ന സമയത്തായിരുന്നു മമ്മിയുടെ ബർത്ത്ഡേ. അപ്പം മമ്മി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മമ്മിയുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ്, വലിയൊരു ഗിഫ്റ്റായിട്ട് വരണേ മാതാവേന്ന്. മമ്മി പറഞ്ഞ പോലെ തന്നെ മമ്മിയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ മമ്മിക്ക് റിസൾട്ട് അറിയാൻ സാധിച്ചു. അതൊരു വലിയ ബർത്ത്ഡേ ഗിഫ്റ്റായിരുന്നു. മമ്മിക്ക് ഒരു പാട് പോലും ഇല്ലാതെ എല്ലാം മാഞ്ഞു. ക്യാൻസറിൻ്റെ യാതൊരുവിധ അണുക്കളും മമ്മിയുടെ ശരീരത്തില്ലെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. തുടർന്ന് 2 പെറ്റ് സ്കാനും കൂടെ നടന്നു. അതിലെല്ലാം ഓൾ ക്ലിയർ എന്ന റിസൾട്ടാണ് മമ്മിക്ക് ലഭിച്ചത്. അങ്ങനെ ദൈവം ഞങ്ങളുടെ കുടുംബത്ത് ഒരു വലിയ ഒരു അനുഗ്രഹം, രോഗസൗഖ്യം തന്നതിന് ഞാൻ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. അതുകൂടാതെ എൻ്റെ ഡാഡിക്ക് 8-10 വർഷമായ നടുവേദന, അത് മാറാതെ ഇരുന്ന നടുവേദനയായിരുന്നു. ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടൊന്നും വലിയ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു നിയോഗമായി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഡാഡിയുടെ നടുവേദനയും പൂർണ്ണമായും ഭേദമായെന്ന് ഡാഡി സാക്ഷ്യപ്പെടുത്തുന്നു. അതിൽ പിന്നെ നടുവേദനയൊന്നുമില്ല. ഡാഡി നടുവിന് വേദനയ്ക്ക് വേണ്ടി യാതൊരു മരുന്നും കഴിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ 2 നിയോഗങ്ങൾ ദൈവം എനിക്ക് സാധിച്ചു തന്നു. ബാക്കി ചെറുതും വലുതുമായ അനേകം അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്ത് വേറെയും ഉണ്ട് എനിക്ക് പറയാൻ.